പാചകവാതക വില കുറക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും അനിശ്ചിതകാലത്തേക്ക് ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഗ്യാസ് വില വർധനയ്ക്കെതിരെ നടന്ന സമരം കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമായിരുന്നുവെന്നും ജില്ലാ പ്രസിഡന്റ് കെ ഭൂപേഷ് പറഞ്ഞു. വൻ പ്രതിസന്ധിയിലാണ് ഹോട്ടൽ വ്യാപാര മേഖലയെന്നും അദ്ദേഹം പറഞ്ഞു. പാചകവാതക വില കുത്തനെ കൂട്ടിയതിനെതിരെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ ഹോട്ടലുകൾ അടച്ചു പ്രതിഷേധിച്ചത്. കണ്ണൂർ ജില്ലയിലും സമരം പൂർണ്ണമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 993 രൂപ പാചകവാതകത്തിന് ഒറ്റയടിക്ക് കൂട്ടിയത്. ഇത് ഹോട്ടൽ വ്യവസായത്തിന്റെ നട്ടെല്ലൊടിച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ഭൂപേഷ് പറഞ്ഞു. ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത്. കാരണം ഭീമമായിട്ടുള്ള വിലവർദ്ധനവ്. ഇപ്പോൾ ഒരു 2-3 സിലിണ്ടർ എടുക്കുന്ന സ്ഥാപനങ്ങളിൽ വരുന്ന മാറ്റമത്ര ഒരു 5000 രൂപയുടെ വ്യത്യാസമാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് മുകളിൽ നേരെ ഇരട്ടി വില. 3-4 സിലിണ്ടർ എടുക്കുമ്പോഴേക്കും 3 സിലിണ്ടർ എടുക്കുന്ന ഒരു ഹോട്ടലിൽ 5000 രൂപ. ഒരു സാധാരണ മിനിമം ബിസിനസ് ചെയ്യുന്ന ഹോട്ടലിൽ മിനിമം ഒരു 2 സിലിണ്ടറെങ്കിലും ചുരുങ്ങിയത് വേണം. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ആഭ്യന്തരമായി തൊഴിലാളികൾ ഇവിടെ പോയതുകൊണ്ട്, അവരെ വോട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി പോയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഞങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആ സാഹചര്യത്തിലാണുള്ളത്. 993 രൂപ വർദ്ധിപ്പിക്കുന്നതിനു മുമ്പും ഗ്യാസ് വില വർദ്ധിച്ചിട്ടുണ്ട്. ഇതടക്കം 1600 രൂപ വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിട്ടുള്ളതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 1650 രൂപയായിരുന്നു ഗ്യാസിന്. ആ സമയത്ത് തന്നെ ഒരു 200 രൂപ, ഒരു 150 രൂപ, ഒരു 100 രൂപ, അങ്ങനെ ഒരു 105 രൂപ ആ സമയത്ത് തന്നെ വർദ്ധിപ്പിച്ച് 2150 രൂപയിലേക്ക് എത്തി ഗ്യാസ്. അങ്ങനെയാണ് ഇന്നലെ മിഞ്ഞാന്ന് ഈ 1-ാം തീയതി ഒറ്റയടിക്ക് 900 സംതിങ്, അത് ഫലത്തിൽ ട്രാവലിംഗ് ചാർജ് എല്ലാം കൂടി 1000 രൂപ വർദ്ധിച്ച് ഇപ്പോൾ 3150 രൂപ ഗ്യാസിനായിരിക്കുകയാണ്. അപ്പോൾ നേരെ ഡബിള് 100% വിലക്കയറ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് നമ്മൾ ഇതുവരെ അടച്ചിട്ടുകൊണ്ട് സമരം ഇതൊരു സൂചന ചെയ്തത്. നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഈ വ്യവസായം മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഗ്യാസ് വില നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുക, സബ്സിഡി പാക്കേജ് പ്രഖ്യാപിക്കുക, ലൈസൻസ് ഫീസ്, GST തുടങ്ങിയ ടാക്സുകൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.